വെച്ച കോഴിന്റെ മണം. എന്റെ അമ്മച്ചി എടി പിങ്കി, പിങ്കി എന്താ ഈ പറയുന്നത്? എന്താ 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 സംഭവം? എന്താ നീ അവിടെ എന്തോ ചെയ്യായിരുന്നു? ഞാൻ കുറച്ച് ടച്ചപ്പ് ഇട്ടോണ്ടിരിക്കായിരുന്നു. നീ വല്ലതും അറിയുന്നുണ്ടാ? ഇല്ല. എന്ത്? എടി നടി ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാകുകയാണെന്ന്. 8ാം പ്രതി ദിലീപിന്റെ ഉൾപ്പെടെയുള്ള പ്രതിഭാഗം വാദം പൂർത്തിയായി. തന്നെ? പ്രോസിക്യൂഷന്റെ മറുപടി ആ സംഭവം ഇല്ലേ, അത് ഇന്ന് ആരംഭിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ മറുപടി വാദം 10 ദിവസത്തിനകം പൂർത്തിയാകുന്നു. പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായ കേസ് വിധി പറയാൻ മാറ്റുമെന്നാണ് പറയുന്നത്. തന്നെ? അപ്പൊ ഉടനെ വിധിയും വരും, ദിലീപ് ജയിലിലാകുകയും ചെയ്യും. ഷെർലേ പൊളിച്ച് എന്ന് ന്യൂസിൽ ഞാൻ വായിച്ചില്ലല്ലോ. എടി, ചത്തത് കീച്ചകനെങ്കിൽ കൊന്നയിൽ ഭീമൻ എന്നുള്ള ആ പരിപാടിയില്ലേ, അത് ഇവിടെ വേണ്ട കേട്ടോ. ദിലീപിനെ ജയിലിലാക്കാനുള്ള പരിപാടിയൊക്കെ പൾസർ സുനി മാഡം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല ഇനി എന്ത് വേണം? മദാമയാ ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ബടൻ? ഓ എന്റെ അമ്മോ, മദാമ അല്ല മാഡം, സുനിയുടെ മാഡം ഒന്ന്. ഓ അതാണോ നീ പറഞ്ഞ വട്ടൻ? എടി ഒരു കാര്യമില്ല, കാരണം അത്ഭുതങ്ങൾ നടക്കും. ദിലീപ് ജയിൽ മോചിതനാകും. മനസ്സിലിരിപ്പ് കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ അത് ഇവിടെ നടക്കൂല കേട്ടാ. എടി, ദിലീപിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ കുട്ടിയെ വെച്ച് പോലും ഇല്ലാ കഥകൾ മെനഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത് അത്രേ ഉള്ളൂ. അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ നമ്മുടെ സുനി എണ്ണം പറഞ്ഞതാ. നിർത്തടി പിങ്കി, ഈ ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാക്കണം എന്നില്ല. ഓഹോ, കോഴി കറുപ്പാണെന്ന് കരുതി കോഴി ഇടുന്ന മുട്ട കറുപ്പാണെന്ന് ആരെങ്കിലും പറയോ? ഇതെന്താ സന്തോഷപ്പെട്ടിട്ട് യുഗം വല്ലതുമാണോ? ബോസ് ഇനി മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടല്ല, ബോസിന്റെ കോട്ടയൊക്കെ കഴിഞ്ഞ് ഇനി മിണ്ടാണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പോ. നിനക്ക് ഈ വാ തോരാതെ പറയുന്ന പൾസ് സുനി ചെയ്ത് കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയോ? പോട്ടെ, അവരാരാണെങ്കിലും നിനക്കറിയോ? ആരാണ് ഈ തങ്കപ്പെട്ട മനുഷ്യൻ എന്നാണല്ലോ ഇപ്പൊ വരുന്നത്. അതല്ലേ ഇപ്പൊ പറയണത്? തങ്കപ്പെട്ട മനുഷ്യനാ? ആരാണ് ഈ തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് അറിയോ? ചെറുപ്പത്തിലെ മോഷണം തൊഴിലാക്കിയ സുനിൽ കുമാർ കൂടുതൽ മോഷ്ടിച്ചത് ബജാജ് പൾസർ ബൈക്കുകളായിരുന്നു. അങ്ങനെയാണ് പൾസർ സുനി എന്ന പേര് അദ്ദേഹത്തിന് വീണത്. അതെ. പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു എന്നാണ് അച്ഛനായ സുരേന്ദ്രൻ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത്. 28ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 21 വ്യാജ സിം കാർഡുകൾ, 23 ഫോണുകളുണ്ട്. ആ ഫോണിൽ തന്നെയാണല്ലോ നടി ആക്രമിച്ച കേസിലെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. പിടിച്ചുപറി, മോഷണം, കൊട്ടേഷൻ, പ്രവർത്തനം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കേസുകളുണ്ട് ഇല്ലേ? തുടങ്ങി ഈ കേസുകളല്ലാതെ 5 വർഷം മുമ്പ് മലയാളത്തെ മുൻനിര നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായ ജി സുരേഷ് കുമാറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയല്ലേ? അതെ. സിനിമയിലെ 2 നടിമാരെ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി അല്ലേ? സിനിമാ നടിമാരോടും സ്ത്രീകളോടും അമിതമായ ലൈംഗിക താല്പര്യം ഉണ്ടായിരുന്നു. 15 വർഷമായി താൻ മകനുമായി മിണ്ടിയിട്ടില്ലെന്നും അച്ഛൻ സുരേന്ദ്രൻ പറയുന്നു അല്ലേ? നീ ന്യൂസ് കാണുന്നുണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ നിനക്ക് അറിയാലേടി, സുനാമിയുടെ ബിനാമി. എടി, അത് മാത്രല്ല, ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സമീപിക്കാൻ ഇനിയും ദിലീപിന് സമയമുണ്ട്. അതിനാർക്കാണ് തടസ്സം നിൽക്കാൻ ഇനി സാധിക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദിലീപിന് ഊരാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. എന്നാലും ദിലീപ് നടിയെ ആക്രമിച്ച സംഭവം വേദനാജനകമാണ് അല്ലേ? തന്നെയല്ലേ? ഞാൻ ചോദിച്ചതിന് എന്തെങ്കിലും മറുപടി അല്ലേ? അതാണ്. ഇവിടെ ആരും അതിജീവിതക്കെതിരായി നിൽക്കുന്നവരാരും തന്നെ ഇല്ല. അതിനപ്പുറത്തേക്ക് 1ാം പ്രതിയെ മഹാനായ വ്യക്തിയാക്കുന്നതിന് അംഗീകരിക്കാനാവില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ജാമ്യത്തിലിരിക്കുന്ന 1ാം പ്രതി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് നിനക്ക് അറിയാലോ. ഇന്നലെ കൂടി ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം വന്ന വാർത്ത എന്തായിരുന്നു? അതിജീവിതയെയും കുടുംബം ആ മാധ്യമത്തെയും പൾസർ സുനിയെയും അഭിനന്ദിച്ച് മുന്നോട്ട് വന്ന ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. മലയാളികൾ സഹിക്കുവോ? അതോ ഞാനും കണ്ടു. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അതിജീവിതയുടെ കുടുംബത്തിന് 1ാം പ്രതിയായ പൾസർ സുനിയെയും അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തെ അഭിനന്ദിക്കാൻ സാധിക്കുക? അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. അത്തരത്തിലെ വളരെ ഹീനമായ ഒരു തലത്തിലേക്കല്ലേ ഈ ഒരു വിഷയത്തെ കൊണ്ടുപോയിട്ടുള്ളത്? അതെ. അപ്പൊ കേസിലെ വിധി ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് നോക്കാമല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന്. വിധി വരുമ്പോ നമുക്ക് കാണാമല്ലോ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ പറയണേ? ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്. അതുകൊണ്ട് നീ പോ ദിനേശ.